നമ്മുടെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു തലക്കെട്ടാണിത്. പ്രത്യേകിച്ചും ഇസ്ലാമിനെതിരെ, ഇസ്ലാമിക വിശ്വാസത്തിനെതിരെ, ഇസ്ലാമിക ജീവിതത്തിനെതിരെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഒരുമിച്ചു നിന്ന്, ഒറ്റക്കെട്ടായി നിന്ന് അവർക്കിടയിലുള്ള ഭിന്നിപ്പുകളും ആശയക്കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇസ്ലാമിനെതിരെ നമുക്കൊരുമിക്കാം. ഇതിൽ പലതരത്തിലുള്ള ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്നവർ, മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവഹേളിക്കുന്നവർ, മുസ്ലിം സമൂഹത്തെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വെച്ചു വിളമ്പുന്ന മുസ്ലിം നാമധാരികൾ, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു തലക്കെട്ടാണ് ഈ തലക്കെട്ട്. ഖുർആനിൻ്റെ ആളുകളാണു ഞങ്ങൾ, ഖുർആൻ മതി, സുന്നത്തു വേണ്ട എന്നല്ല, സുന്നത്തിനൊരു പ്രസക്തിയുമില്ല. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് ഹദീസ് നിഷേധികൾ എന്നാണ് നമ്മൾ പറയാറുള്ളതെങ്കിലും അവർ ഇസ്ലാം നിഷേധികളാണ്. ഒന്നാമതായി അവർ ഖുർആൻ നിഷേധികളാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വളരെ വളരെ മുമ്പ് ആരംഭിച്ച ഒരു പരിപാടിയാണ്. സുന്നത്തിനെ തകർത്താൽ ഇസ്ലാമിനെ തകർക്കാം എന്നവർ മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ജീവിതം തന്നെ നിലകൊള്ളുന്നത് കിതാബിലും സുന്നത്തിലുമാണ്, ഖുർആനിലും സുന്നത്തിലുമാണ്. ഒരു മുസ്ലിമായിത്തീരുന്നത് ഷഹാദത്തിലൂടെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതാണ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹുവല്ലാതെ ഇലാഹില്ല. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ്. ഇതില്ലാതെ കലിമത്തു ഷഹാദത്ത് പൂർണ്ണമാവുകയില്ല. ഖുർആൻ മാത്രം മതിയായിരുന്നുവെങ്കിൽ പടച്ചതമ്പുരാന് ഒരു ദൂതനെ നിയോഗിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആകാശത്തിൽ നിന്നൊരു ഗ്രന്ഥം എറിഞ്ഞുകൊടുത്താൽ മതിയായിരുന്നു. അക്കാലഘട്ടത്തിലെ ശത്രുക്കൾ അതാവശ്യപ്പെട്ടു എന്ന് ഖുർആൻ വിമർശനം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടൊരു കിതാബ് ഞങ്ങളൊക്കെ കാണുകെ ഇങ്ങോട്ട് എറിഞ്ഞു തന്നുകൂടാ? അതിന് ഖുർആൻ മറുപടി പറയുന്നുണ്ട്. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കുന്നുണ്ട്. ആരാണ് പ്രവാചകൻ? ആ പ്രവാചകന്റെ ഡ്യൂട്ടി എന്താണ്? നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം എന്താണ്? ആ പ്രവാചകൻ എന്തിനു നിയോഗിക്കപ്പെട്ടു? കിതാബിനോടൊപ്പം എന്തിനാണ് ഒരു ദൂതൻ? അത് ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
സുന്നത്തിനെ നിഷേധിക്കുന്നവർ ഖുർആനിനെയാണ് നിഷേധിക്കുന്നത്. അവർ ഇസ്ലാമിനെ തകർക്കാൻ അവര് കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ആ കുതന്ത്രങ്ങളെ ചരിത്രത്തിൽ ഉമ്മത്ത് മുസ്ലിമ അതിമനോഹരമായി നേരിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദൂതൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് ഖുർആൻ വിവരിച്ചു തരുന്നു, പാരായണം ചെയ്തു തരുന്നു. ആ ദൂതൻ നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു. അതിൻ്റെ തേട്ടങ്ങൾ അനുസരിച്ച് നിങ്ങളെ സംസ്കരിപ്പിക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ പ്രായോഗിക ക്രമം പഠിപ്പിച്ചു തരുന്നു. മുഅല്ലിമാണ്, അധ്യാപകനാണ് അല്ലാഹുവിൻ്റെ റസൂൽ. അല്ലാഹുവിൻ്റെ റസൂൽ ഖുർആനിൻ്റെ ആധികാരികമായ വ്യാഖ്യാതാവാണ്. റസൂലിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. വഅൻസൽനാ ഇലൈക الذിക്ര ലിതുബയ്യിന ലിന്നാസ് മാ നുസില ഇലൈഹിം വലഅലഹും യതഫക്കറൂൻ. താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നു സിക്റിനെ. താങ്കൾക്ക് അവതരിപ്പിച്ചു തന്ന ഇതിനെ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണം ആവശ്യമാണ്. അല്ലാഹു തന്നെ ചുമതലപ്പെടുത്തിയതാണ്. പിന്നെ അത് വേണ്ടതില്ലെന്ന് പറയാൻ ഇവരാരാ? സൂപ്പർ അള്ളമാരോ? താങ്കളെ നാം നിയോഗിച്ചിട്ടുണ്ട് ഈ പണിക്ക്. താങ്കൾക്ക് അവതരിപ്പിച്ചു തന്ന ഈ ഗ്രന്ഥത്തെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഖുർആൻ നിങ്ങളോട് നമസ്കരിക്കാൻ കൽപ്പിച്ചു. നിർബന്ധമാണ് നമസ്കാരം എന്ന് പഠിപ്പിച്ചു. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിർബന്ധമാണ് നിശ്ചിതമായ സമയങ്ങളിൽ. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? പണ്ട് ഇതുപോലെയുള്ള, ഞാൻ പറയുക, ഖുർആൻ നിഷേധി, ഇസ്ലാം നിഷേധി, ഹദീസ് നിഷേധി എന്നാണ് എല്ലാവരും വിളിക്കുക. പക്ഷെ അതല്ലത്. അത് മാത്രമല്ല, ഖുർആനിനെയും അവർ നിഷേധിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളോട് ഒരു സംവാദത്തിൽ ആൾക്കൂട്ടം ആവശ്യപ്പെട്ടു, നിങ്ങൾ ഖുർആൻ പറഞ്ഞതുപോലെ നിസ്കരിക്കും. ഖുർആൻ പറഞ്ഞതുപോലെ ഖുർആനിലെവിടെ നമസ്കാരത്തിന്റെ ക്രമങ്ങൾ? ഒരു റകഅത്തിൽ 2 സുജൂദ് വേണം, റുകൂ വേണം. റുകൂവിന്റെ രൂപം എങ്ങനെയാണ്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ ഞാൻ നമസ്കരിച്ചതുപോലെ നിസ്കരിക്കും. നമസ്കാരം നിർബന്ധമാണ്, നിസ്കാരം നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക രൂപം എന്താണ്? അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസന, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഇവിടെ പറഞ്ഞു, ഒരു വിധി പ്രസ്താവിച്ചാൽ ആ വിധിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളന്നെ പറയാണ്. പിന്നെ റസൂല് വേണ്ട എന്ന് പറഞ്ഞാലോ, സുന്നത്ത് വേണ്ട എന്ന് പറഞ്ഞാലോ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ സജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം മിമ്മാ ഖളൈത് ഹറജൻ മിമ്മാ ഖളൈത് വയുസല്ലിമു തസ്ലീമാ. നിന്റെ നാഥനാണ് സത്യം, അവരിൽ ഒരാളും മുഅ്മിനായി തീരുകയില്ല. അവർ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധികർത്താവാണ്, ഭരണാധികാരിയാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന റസൂലിനെ ഇത്തിബാ ചെയ്യാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്.
നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളയാണ് പറയുന്നത്, പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ വചനമാണ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂലോകത്ത് നിർവഹിച്ച ഡ്യൂട്ടി നിർവഹിക്കാൻ പ്രിയമുള്ളവരെ നാം തയ്യാറാവണം. റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ഇത്തിബാ മാത്രമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയും അല്ല. ഏതോ ഒരു നിയമദാതാവിനെ അല്ലെങ്കിൽ ഭരണാധികാരിയെ പിൻപറ്റുക പല മനസ്സുകളിലുണ്ടാകും. ബലപ്രയോഗം കാരണമാകാം, പേടി കൊണ്ടാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ ഹൃദയാനുരാഗം അത് ഈമാനിന്റെ ഭാഗമാണ്. റസൂലിനോടുള്ള സ്നേഹം, ഹുബ്ബ് എല്ലാറ്റിനേക്കാളും കൂടുതൽ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്നൊരാളും മുഅ്മിനായി തീരുകയില്ല, ഞാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരണം. സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് ഒരു സംഘം സഹാബികളുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, പക്ഷേ എന്നെക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കല്ലായ ഉമർ, പറ്റില്ല, ഈമാൻ പൂർണ്ണമാവുകയില്ല. സ്വന്തം നഫ്സിനേക്കാൾ എന്നെ സ്നേഹിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പ്രതിജ്ഞ ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളാണ് എനിക്ക് എന്നെക്കാൾ പ്രിയപ്പെട്ടത്. പിന്നൊന്നും പറയല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാന യാ ഉമർ, ഇപ്പോഴാണ് ആ ഈമാൻ അതിന്റെ ഏറ്റവും ശരിയായ രൂപത്തിലായി തീരുന്നത്. എന്നാൽ കേവലം സ്നേഹം മതിയോ? ഇത്തിബാ ഇല്ലാത്ത സ്നേഹമുണ്ടോ? സുന്നത്തിനെ മുറുകെ പിടിക്കാത്ത സ്നേഹമുണ്ടോ? ഇല്ല. റസൂലിനോട് എനിക്ക് വലിയ സ്നേഹമാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ, ഖുർആനിലൂടെ സുന്നത്തിലൂടെ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ, പ്രിയമുള്ളവരെ, നാം നിർവഹിക്കുന്നില്ല എന്നതാണ് ഇന്ന് ഇസ്ലാമിക സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുടെ അടിസ്ഥാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലയോ പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു ഷാഹിദായിട്ട്, സാക്ഷിയായിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷിയാണ്. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കോടതിയിൽ ഒരാൾ സാക്ഷി പറയുന്നു. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയായി കൊണ്ടുവരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറത്തു നിസായിൽ നമുക്ക് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെങ്ങനെ ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുക. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുകയാണ്. സൂറത്തു നിസ്സ ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം ചെയ്ത് فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا എന്ന ആയത്തെത്തുമ്പോ
അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തടുക്കാണ്, മതി മതി. ഞാൻ നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ കരയുകയാണ്. എന്റെ ഉമ്മത്തിനെതിരിൽ ഞാൻ സാക്ഷിയായി വരിക, ഞാൻ ഈ ഡ്യൂട്ടി നിർവഹിച്ചു. നമ്മളെ ഏൽപ്പിച്ചു നിങ്ങൾ ആ പണിയെടുക്കണമെന്ന്. ഇസ്ലാമോഫോബിയെ പറ്റി ഘോരഘോരമായ പ്രഭാഷണങ്ങളും വിമർശന പഠനങ്ങളും ഒക്കെ നടത്തുമ്പോ നമ്മൾ നെഞ്ഞിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് ചോദിക്കണം, ഈ പണി നിങ്ങൾ എടുത്തോ? ഞാൻ എടുത്തോ? അള്ളാഹുവിന്റെ റസൂൽ ഒരാള് ആരായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുമ്പോ സവിശേഷമായും അന്തിമമായി നൽകിയ വസിയ്യത്തിൽ ആ ഖുതുബത്തുൽ വിദാഇൽ, ഹജ്ജത്തുൽ വിദാഇലെ ഖുതുബത്തുൽ വിദാഇൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഹലാ ഹൽ ബല്ലഗ്തു, ഞാൻ എന്നെ ഏൽപ്പിച്ച പണി നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലേ? എല്ലാവരും ബലാ യാ റസൂലല്ലാഹ്, നമുക്കറിയാം ചരിത്രം. അത് പറയുമ്പോ അല്ലാഹുമ്മ ഷാദ്, അല്ലാഹുവേ നീ സാക്ഷിയാവണം. എന്നിട്ട് ഏൽപ്പിച്ചു, ഫൽ യുബല്ലിഗി ഷാഹിദുൽ ഗൈബ്, നിങ്ങളിൽ നിന്ന് ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിക്കട്ടെ. എന്താണ് സാക്ഷി? ഈ രാജ്യത്തിൽ നമ്മുടെയൊക്കെ അയൽപക്കത്ത് ചുറ്റുപാടുകളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആദം സന്തതികൾ, ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ ഹിസാബിന് വിധേയമാകുമ്പോ നരകത്തിന്റെ കാവൽക്കാരായ മലായിക്കത്തുകൾ ചോദിക്കും. നമ്മളൊക്കെ മനഃപ്പാടമാക്കിയിട്ടുള്ള സൂറത്ത് മുൽക്കിൽ തബാരക്കയിൽ വലില്ലദീന കഫറൂ ബിജഹന്നം, സത്യനിഷേധികൾക്ക് നരകമാണ്. ആ നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് എറിയുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാരായ മലായിക്കത്തുകൾ ചോദിക്കും, അലം യൗതിക്കും നദീർ. ഇങ്ങനെ ചോദിക്കുമ്പോ അവരെന്ത് പറയും? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നു, ഞങ്ങൾ അവരെ കളവാക്കി. ഫഅ്തറഫൂ ബിദംബിഹിം, അവരവരുടെ കുറ്റം സമ്മതിക്കും. നിങ്ങൾ പറയൂ, ഈ രാജ്യത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരോട് ചോദിക്കുകയാണ്, പടച്ച തമ്പുരാൻ, അല്ല നിങ്ങൾക്ക് എന്റെ ഹിദായത്ത് കിട്ടിയില്ലേ? മുന്നറിയിപ്പുകാർ വന്നില്ലേ? അവരെന്ത് പറയും? അബ്ദുറഹ്മാൻ സാഹിബിനെ എനിക്കറിയാം, ഇബ്രാഹിം കുട്ടി സാഹിബിനെ അറിയാം, ഖദീജയെ അറിയാം, ഫാത്തിമയെ അറിയാം. ഒട്ടേറെ കല്യാണ പരിപാടികളിൽ, കമ്പോളങ്ങളിൽ, പല പല പരിപാടികളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. പടച്ചവനെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ഹിദായത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിന്റെ അനുഗ്രഹമായ മഴയുണ്ടല്ലോ, അത് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ വാഴത്തോട്ടത്തിലും രാമൻ നായരുടെ വാഴത്തോട്ടത്തിലും ഒക്കെ ഒരുപോലെയാണ് പെയ്തത്. ഓക്സിജൻ ഉണ്ടല്ലോ, എല്ലാവർക്കും കിട്ടി. ഈ ഹിദായത്ത് ഇവരെ ഏൽപ്പിക്കുക വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, എന്ത് ഇസ്ലാമോഫോബിയാണ്? പിന്നെ ഇസ്ലാം ഭീതി എന്തുകൊണ്ട് വന്നു? നമ്മൾ ഇസ്ലാമിന്റെ പ്രവാചകന്റെ സാക്ഷികളാകണം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അപ്രകാരം നിങ്ങളെ നാം ഉമ്മത്ത് വസത്താക്കി, മധ്യമ സമുദായം, അധ്യക്ഷ പദവിയിലുള്ള സമുദായം, ലീഡർഷിപ്പിലുള്ള സമുദായം. എന്തിന്റെ ലീഡർഷിപ്പ്? ലിതകൂനൂ ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സത്യത്തിന്റെ സാക്ഷികളാവാൻ. ആ പണി നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മളാണ് ഉത്തരവാദികൾ. പടച്ച തമ്പുരാന്റെ ശാപത്തിനാണ് നമ്മൾ അർഹരായി തീരുക. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലഈനൂൻ. നല്ലതുപോലെ നമ്മൾ പഠിക്കേണ്ടതാണ്.
പടച്ചതമ്പുരാന്റെ ഹിദായത്ത് വന്നു കിട്ടി. സന്മാർഗത്തിന്റെ വിശദാംശം മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട അത് കയ്യിലുണ്ട്. എന്നിട്ട് ജനങ്ങളിൽ നിന്നത് മറച്ചുവെച്ചവർ പൂർവികരായ വേദക്കാരെ പറ്റി നടത്തിയ ഖുർആനിന്റെ വിമർശനം ഇന്ന് നമ്മുടെ നേരെയാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലഈനൂൻ. അവരെ അല്ലാഹു ശപിക്കുന്നു, ശപിക്കുന്നവരൊക്കെയും ശപിക്കും. നമ്മുടെ ഇന്ത്യയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ, ലോകതലത്തിൽ അറിയപ്പെടുന്ന ആലിം, മുഫക്കിർ, എഴുത്തുകാരൻ, ചിന്തകൻ, അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥം മാദാ ഖസറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ, അബുൽ ഹസൻ അലി നദവി അദ്ദേഹം രേഖപ്പെടുത്തിയതിൽ മുസ്ലിം സമൂഹം അവരുടെ അധപ്പതനം കാരണം ലോകത്തിനുണ്ടായ നഷ്ടം മുസ്ലിങ്ങൾക്കുണ്ടായ നഷ്ടമല്ല, മാനവരാശിക്കുണ്ടായ നഷ്ടം, നമ്മളെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കാൻ മുന്നോട്ട് വരാത്തതുകൊണ്ട്. ഇത് റസൂലിനോടുള്ള സ്നേഹമാണോ? അല്ലാഹുവിന്റെ റസൂൽ എന്തിനെയൊക്കെ മാതൃക കാണിച്ചു. വർത്തമാനകാല സാഹചര്യം നിങ്ങൾ എടുക്കി. ഞങ്ങളാണ് പരിഷ്കൃതർ, ഞങ്ങളാണ് നാഗരികതർ, ഞങ്ങളാണ് എല്ലാത്തരം സ്വാതന്ത്ര്യത്തിന്റെയും വാതിലുകൾ തുറന്നവർ. ഇസ്ലാം, ഖുർആൻ സ്ത്രീകളെ പീഡിപ്പിക്കുകയാണ്. അവരുടെ ഹിജാബ് അത് സ്വാതന്ത്ര്യത്തിന്റെ തടസ്സമാണ്. എന്നിട്ടിപ്പോ ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിൽ ആരെയും അസൂയപ്പെടുത്തുന്ന വിധം പാറിപ്പറക്കുന്ന പറവകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സിനിമാ നടികൾ, അതായിരുന്നല്ലോ അവരുടെ സ്ഥാനം. അങ്ങനെയാണല്ലോ അവരെ പറ്റിയുള്ള സങ്കല്പം. എന്താണ് ഹേമ കമ്മീഷൻ മുമ്പാകെ അവർ വ്യക്തമാക്കിയത്? എങ്ങനെയാണ് അവർ ചൂഷണം ചെയ്യപ്പെടുന്നത്? ഖുർആൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് സ്ത്രീ സമൂഹത്തെ ഉയർത്തിയത്? എങ്ങനെയാണ് അവരുടെ പദവി നിർണയിച്ചത്? ഞങ്ങൾ മാർക്കറ്റിലെ വിൽപ്പന ചരക്കുകൾ മാത്രമാണെന്നും പുരുഷന്റെ ചൂഷണോപകരണം മാത്രമാണെന്നും നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ അത്യുന്നതങ്ങളിൽ എന്ന് അവകാശപ്പെടുന്നവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. നിങ്ങൾ പറയും, മാനവരാശിക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറ, താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയല്ലാതെ. മുഴുവൻ മനുഷ്യർക്കും അത് കിട്ടണമെങ്കിൽ ആരാണ് വർത്തമാനകാലത്തിൽ അതിന്റെ ഉത്തരവാദി? ഞാനും നിങ്ങളുമാണ്. എങ്ങനെ വേണം? എല്ലാവരും പ്രാസംഗികരാവണമെന്നില്ല. ജീവിതം കൊണ്ട് സത്യസാക്ഷികളാവുക. മാലിക് ബിൻ ദീനാറും സഹപ്രവർത്തകരും വന്നോ, അവർ സത്യത്തിന്റെ സാക്ഷികളായതുകൊണ്ട് ഭാഷ പോലും അറിയാത്ത ജനതയ്ക്ക് മുന്നിൽ ജീവിതം കൊണ്ട് അവരെങ്ങനെയാണ് സത്യത്തിന്റെ സാക്ഷികളായത്? നമ്മുടെ മുന്നിൽ അതിന്റെ ചരിത്രമുണ്ടോ? അല്ലാഹുവിന്റെ അടിമകൾക്ക് സന്മാർഗത്തിലേക്കുള്ള വഴി കാണിച്ചത് എങ്ങനെയായിരുന്നു അവർ? ഞാൻ പറയുന്നത് അവിടെയാണ് പ്രവാചക സ്നേഹം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. വളരെ പ്രസക്തമാണ്. ഉറക്കനെ ചൊല്ലണോ പതുക്കെ ചൊല്ലണോ അതൊക്കെ വേറെ കാര്യം. അത്രയും ശക്തമായിട്ട് ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ആരാണ് ചെല്ലാത്തത്? മിഹ്റാബുകളിൽ ഖുതുബ ശരിയാകണമെങ്കിൽ അത് വേണ്ടേ? ബാങ്കിൽ റസൂലിനെ അനുസ്മരിക്കാത്ത ബാങ്കുണ്ടോ? നമസ്കാരങ്ങളിൽ നമസ്കാരം ശരിയാവണമെങ്കിൽ അത് വേണ്ടേ? തീർന്നില്ല. ഒരു കുഞ്ഞ് ജനിച്ച് കയ്യിലേക്ക് വരുമ്പോ ആ കുഞ്ഞിന് ആദ്യം കേൾപ്പിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതാണ് എങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്നിട്ട് ആ കുഞ്ഞ് നമ്മള്
പടച്ച തമ്പുരാനിലേക്ക് യാത്രയാകുമ്പോ, റബ്ബിലേക്ക് യാത്രയാകുമ്പോ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടിയിട്ട് യാത്രയപ്പ് തരുമ്പോ ഏറ്റവും ഒടുവിൽ അള്ളാഹുവിന്റെ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ ദയാഹരജി സമർപ്പിക്കുമ്പോ ആ ദയാഹരജി 4 തക്ബീർ, അതാണല്ലോ മയ്യത്ത് നമസ്കാരം. ഒന്നിൽ ഫാത്തിഹയാണ്, ആമുഖമാണ്. രണ്ടാമത്തെ ഒരു തക്ബീർ മുഴുവനും നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്താണ്. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, പണ്ഡിതന്മാർ സലാത്തിനെ പറ്റി രേഖപ്പെടുത്തിയത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്താ സലാത്ത്? സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സലാത്ത് ചൊല്ലുന്നു. എന്താ, റസൂലിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുകയാണോ? അല്ല. അല്ല പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ അല്ല വേണ്ടേ? അല്ലാഹു തആല മലായികത്തുകളുടെ സദസ്സുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ആശംസിക്കുകയും അഭിനന്ദിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലായികത്തുകൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ അർത്ഥം? റസൂലിനെ രക്ഷിക്കണേ, റസൂലിന് സ്വർഗം കൊടുക്കണേ എന്നാണോ? അല്ലെങ്കിൽ അവിടെ പരിമിതമാണോ? അല്ല. അതിന്റെ അർത്ഥം ഉലമാക്കൾ രേഖപ്പെടുത്തി. അല്ലാഹുവേ അല്ലിംഹു ഫിദ്ദുനിയ ബിഇലാഇ ശരീഅതിഹി വഇബ്ഖാഇ ദീനിഹി വതലഇ ഫി അജ്രിഹി ഫിൽ ആഖിറ. അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ മഹത്വപ്പെടുത്തണം. ബിഇബ്ഖാഇ ദീനിഹി, ആ ദീനിനെ അന്ത്യനാൾ വരെ നിലനിർത്തിക്കൊണ്ടോ, ആ ശരീഅത്തിനെ അത്യുന്നതങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ടോ, അതുവഴി അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ പ്രതിഫലം ഇരട്ടിപ്പിച്ചുകൊണ്ട്. ആ പ്രാർത്ഥനന്റെ അർത്ഥം എന്താ? ഞാൻ അതിന് റെഡിയാണ് എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്തുകളെ, ഇസ്ലാമിനെ തന്നെയും അതിശക്തമായി ആക്രമിക്കപ്പെടുമ്പോ, ഇസ്ലാമിക ജീവിതം വിമർശിക്കപ്പെടുമ്പോ, മാനവരാശിക്ക് മുന്നിൽ ആ വെളിച്ചത്തെ തടുത്തു നിർത്തുമ്പോ അവിടെ നിശബ്ദരായി നോക്കി നിൽക്കുകയാണ് എങ്കിൽ പിന്നെ ഈ സലാത്തിന്റെ അർത്ഥം എന്താണ്? ഇത് കേവല ഗാനങ്ങളല്ല, ഇത് മേളകളല്ല, പണമുണ്ടാക്കാനുള്ള വഴികളല്ല, മറിച്ച് ഇത് ആദർശത്തിന്റെ പ്രഖ്യാപനമാണ്, സമർപ്പണത്തിന്റെ പ്രഖ്യാപനമാണ്, ജീവിതത്തിന്റെ പ്രഖ്യാപനമാണ്. താൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് അതിന് നാം സന്നദ്ധമാണ് എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊള്ളുവാൻ ആ ഈമാനിന്റെ തട്ടത്തിനനുസരിച്ച് ഉമ്മത്ത് മുസ്ലിമ സജ്ജമാവുക. ഖുർആൻ പഠിക്കുക, സുന്നത്ത് പഠിക്കുക, അതിന് ഇത്തിബാ ചെയ്യുക, അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിന്റെ യഥാർത്ഥ പൊരുള്. അതിന് പ്രചോദനമേകാൻ, അതിന് കരുത്തു നൽകാൻ ഈ ഒത്തുചേരൽ, ഇതുപോലുള്ള സെമിനാറുകൾ കരുത്തു നൽകട്ടെ, പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പരമകാരുണ്യകനും കരുണാനിധിയുമായ റബ്ബിന്റെ നാമത്തിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.